ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 26. ക്രിസ്മസ് പിറ്റേന്ന്. മറിയ ഈ വാർത്തയൊക്കെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചു ധ്യാനിച്ചുകൊണ്ടിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 19-ാം വാക്യം. ക്രിസ്മസ് ദിനത്തിന്റെ എല്ലാ സന്തോഷത്തിനും ശേഷം അടുത്ത ദിവസം ഒരു നിരാശ പോലെ തോന്നി. ഞങ്ങൾ രാത്രി മുഴുവനും സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു, പക്ഷെ നന്നായി ഉറങ്ങിയിരുന്നില്ല. തുടർന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കാർ കേടായി. പിന്നെ മഞ്ഞു പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ കാർ ഉപേക്ഷിച്ച് ടാക്സിയിൽ വീട്ടിലേക്ക് പോയി. ക്രിസ്മസ് പിറ്റേന്ന് നാം മാത്രമല്ല നിരാശ അനുഭവിക്കുന്നത്. അമിതമായ ഭക്ഷണം കൊണ്ടോ റേഡിയോയിൽ നിന്ന് കരോളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്ന രീതിയിലോ കഴിഞ്ഞയാഴ്ച വാങ്ങിയ സമ്മാനങ്ങൾക്ക് ഇപ്പോൾ പകുതി വിലയായത് മനസ്സിലാക്കിയോ ക്രിസ്മസ് ദിനത്തിന്റെ മാന്ത്രികത പെട്ടെന്ന് അപ്രത്യക്ഷമാകും. യേശുവിന്റെ ജനനത്തിനു ശേഷമുള്ള ദിവസത്തെക്കുറിച്ച് ബൈബിൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ബേത്ലഹേമിലേക്കുള്ള നടപ്പും താമസ സൗകര്യത്തിനായുള്ള അലച്ചിലും മറിയയുടെ പ്രസവവേദനയും മുൻകൂട്ടി പറയാതെയുള്ള ആട്ടിടയന്മാരുടെ സന്ദർശനവും എല്ലാം നിമിത്തം മറിയയും യോസഫും തളർന്നു പോയതായി നമുക്ക് ഊഹിക്കാം. എന്നിട്ടും മറിയ തന്റെ നവജാത ശിശുവിനെ തൊട്ടിലിൽ കിടത്തുമ്പോൾ ദൂതന്മാരുടെ സന്ദർശനം, എലിസബത്തിന്റെ അനുഗ്രഹം, അവളുടെ കുഞ്ഞിന്റെ ഭാവിയെക്കുറിച്ചുള്ള അവളുടെ സ്വന്തം തിരിച്ചറിവ് എന്നിവയെക്കുറിച്ച് അവൾ ചിന്തിക്കുന്നതായി എനിക്ക് സങ്കല്പിക്കാൻ കഴിയും. മറിയ അത്തരം കാര്യങ്ങൾ അവളുടെ ഹൃദയത്തിൽ ധ്യാനിച്ചു. അത് അന്നത്തെ ക്ഷീണവും ശാരീരിക വേദനയും ലഘൂകരിച്ചിരിക്കണം. നമുക്കെല്ലാവർക്കും നിരാശ ദിവസങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ക്രിസ്മസിന് ശേഷമുള്ള ദിവസം പോലും അങ്ങനെയാകാം. മറിയെപ്പോലെ നമ്മുടെ ലോകത്തിലേക്ക് വന്നവനെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അവയെ അഭിമുഖീകരിക്കാം. അവന്റെ സാന്നിധ്യത്താൽ ദിവസത്തെ എന്നേക്കുമായി പ്രകാശിപ്പിക്കുക. ചിന്തിക്കുക, ഉയർച്ചയ്ക്കു ശേഷം താഴ്ച അനുഭവപ്പെടാൻ നിങ്ങൾക്ക് എപ്പോഴാണ് സാധ്യതയുള്ളത്? യേശു ലോകത്തിലേക്ക് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് എങ്ങനെ ചിന്തിക്കാനാകും? ദൈവത്തിന് മഹത്വം.